ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൺഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങനെ അങ്ങ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ദാ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചക്കയും അതിൻ്റെ അകത്തുള്ള കുരുവില്ലേ, അത് ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനല്ല, ഉമ്മയാണ്. അപ്പോൾ ഉമ്മയും ഉമ്മാമയും കൂടിയിട്ട് ഇതുപോലെ ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് കുരുവൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്ക വെച്ചത്, ചക്ക വരകിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാറുള്ളത്. ചില ഭാഗത്ത് ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാ ചക്ക അങ്ങനെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചക്ക നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് വലിയ സൈസിലുള്ള കുക്കർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 2-3 പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു, നമുക്ക് കിട്ടിയ ചക്കക്കുരു ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത്ര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ചക്ക റെഡിയായി വരുന്ന സമയത്ത് നല്ല കളറിലൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ. എന്ന് കരുതിയിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോസ് സ്മെല്ല് മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ, കറക്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചക്ക വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ അങ്ങനെ കുക്കറിൻ്റെ 4 വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എയറൊക്കെ ഫുള്ളായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ ദാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്ന്. കൈ കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇടിച്ചെടുത്താൽ മതി. ഇനി ഇതുപോലത്തെ ഒരു തവി ഇല്ല എങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നല്ല കുയ്യൊക്കെയുള്ള സ്പൂൺ ഉണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ഇടിച്ചെടുത്താലും മതി. അപ്പോൾ അതാ ഉമ്മ നന്നായിട്ട് തന്നെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ചക്കക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓയിൽ കറക്റ്റ് ആവും കേട്ടോ, കൂടുതലൊന്നും ആവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചക്കക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ക്രഷ്ഡ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വലിയ സൈസിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ബൾക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ബൾക്കുള്ളി വെളുത്തുള്ളി വരെ എടുക്കാം. എന്നിട്ടിതാ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള 4 ഉള്ളിയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നമ്മുടെ ചക്കക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ.
പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ടൈമൊന്നും അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടി വരില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ ചക്കയിലേക്ക് ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചക്ക വെച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അതുമാത്രമല്ല നമുക്ക് വെറുതെ അങ്ങനെ അങ്ങ് കഴിക്കുകയാണെങ്കിലും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.